അരുവിക്കരയിൽ KS ശബരിനാഥൻ ഇടത് സ്ഥാനാർത്ഥി M വിജയകുമാറിനെ 10,128 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചു. BJP സ്ഥാനാർത്ഥി O രാജഗോപാൽ 34,145 വോട്ട് നേടി മൂന്നാമതെത്തി. PC ജോർജിന്റെ അഴിമതി വിരുദ്ധ മുന്നണിയെ പിന്തള്ളി നോട്ട നാലാമതെത്തി. കടുത്ത ത്രികോണ മത്സരം നടന്ന അരുവിക്കരയിൽ 10,128 വോട്ടെന്ന വലിയ ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ ഒന്നാമതെത്തിയത്. ആകെ പോൾ ചെയ്ത വോട്ടിൽ 56,448 വോട്ടുകൾ ശബരി നേടിയപ്പോൾ 46,320 വോട്ടുകളുമായി LDF സ്ഥാനാർത്ഥി M വിജയകുമാർ രണ്ടാമതെത്തി. 34,145 വോട്ട് നേടി BJP സ്ഥാനാർത്ഥി O രാജഗോപാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തിൽ 7ലും മുന്നിലെത്തിയാണ് ശബരിനാഥിന്റെ വിജയം. ഇതിൽ തൊളിക്കോട് 1,422, വിതുര 1,052, ആര്യനാട് 1,449, ഉഴമലക്കൽ 368, വെള്ളനാട് 2,465, പൂവച്ചൽ 2,108, കുറ്റിച്ചൽ 1,397 എന്നിങ്ങനെയുള്ള ഭൂരിപക്ഷവും ശബരിനാഥ് നേടി. LDFന് ആകെ മുന്നേറാനായ അരുവിക്കര പഞ്ചായത്തിൽ 683 വോട്ടിന്റെ ഭൂരിപക്ഷം മുന്നണി നേടി. നോട്ട 1,430 വോട്ടുകൾ നേടി നാലാമതെത്തിയതും ശ്രദ്ധേയമായി. PC ജോർജിന്റെ അഴിമതി വിരുദ്ധ ജനാധിപത്യ മുന്നണിക്ക് നോട്ടയ്ക്കും പിന്നിലാണ് സ്ഥാനം. 1,197 വോട്ട്. PDPയും സ്വന്തം വോട്ട് പോലും പിടിച്ചില്ല. 703 വോട്ടാണ് മണ്ഡലത്തിലാകെ സ്ഥാനാർത്ഥി പൂന്തുറ സിറാജിന് കിട്ടിയത്. വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ 2 റൗണ്ട് മുതൽ മികച്ച മുന്നേറ്റമാണ് KS ശബരിനാഥ് നടത്തിയത്. 1,322 വോട്ടിന്റെ ഭൂരിപക്ഷം ആദ്യ റൗണ്ടിൽ നേടിയ ശബരിനാഥ് തുടർന്നുള്ള ഓരോ റൗണ്ടുകളിലായി 1,975, 3,003, 3,923, 4,325, 6,552 എന്നിങ്ങനെ ലീഡ് ഉയർത്തി. 7ാം റൗണ്ടിൽ 6,464 ലീഡ് നില കുറഞ്ഞെങ്കിലും തൊട്ടടുത്ത 4 റൗണ്ടുകളിലായി 6,692, 7,241, 8,631 എന്നിങ്ങനെ ലീഡ് ഉയർത്തി. അവസാന റൗണ്ടിൽ കുറ്റിച്ചൽ പഞ്ചായത്തിലെ വോട്ടെണ്ണിയതോടെ ഭൂരിപക്ഷം 10,000 കടത്തി 10,128 എന്ന വൻ ഭൂരിപക്ഷത്തിലേക്കാണ് ശബരിനാഥ് എത്തിയത്. അതേസമയം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 48.78% വോട്ട് നേടിയ UDFന് ഇത്തവണ 39% വോട്ടേ നേടാനായുള്ളൂ. LDFന്റെ വോട്ട് 39.61 നിന്ന് 32 കുറഞ്ഞു. 2011 6.61 വോട്ട് നേടിയ BJPക്ക് ഇത്തവണ 23% കുതിച്ചെത്താനായതും ശ്രദ്ധേയമായി. അരുവിക്കരയിൽ ഇടതുകോട്ടകളെ തകർത്തെറിഞ്ഞാണ് UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ വിജയക്കൊടി പാറിച്ചത്. ശബരിയുടെ വിജയം വരുംകാല രാഷ്ട്രീയത്തിലേക്കുള്ള സൂചനയാണെന്ന് പറയാതെ വയ്യ. G ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.